ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ ഇത് ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് ശേഷം വെല്ലിംഗ്ടണൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇവിടെ കാർട്ടർ ടണ്ണിലുള്ള ഒരു ബേക്കറിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് ഓർത്ത് ആദ്യം തന്നെ ഇങ്ങോട്ടേക്ക് പോന്നു. എൻ്റെ ലൈഫിൽ ഇത്രയും അടിപൊളി ബേക്കറി സാധനങ്ങൾ, ഇത്രയും അടിപൊളി ടേസ്റ്റുള്ള ബൺസും ബ്രെഡ്സും ഒന്നും ഞാൻ അതുവരെയായിട്ടും കഴിച്ചിട്ടില്ല. അത്രയും ടേസ്റ്റ് ഇവരുടെ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് പ്രൊഡക്ട്സ് ആയാലും മിൽക്ക് പ്രൊഡക്ട്സ് ആയാലും എല്ലാം ഓരോന്നിനും ബെറ്റർ എന്ന് പറയില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു. എനിക്കവിടുന്ന് നമുക്കത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മൾ ഫുള്ളാവും. എനിക്കവിടുന്ന് കഴിച്ച് മതിയാവുന്നുണ്ടായിരുന്നില്ല, അത്രയും അടിപൊളിയായിരുന്നു ഓരോന്നും. അങ്ങനെ നമ്മളുടെ അൺഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങി പോണ വഴിക്ക് ഭയങ്കര അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം നിർത്തി അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നു. പക്ഷെ ഇത്തവണ പറയാതെ പറ്റില്ല, ജിതിൻ്റെ വീഡിയോഗ്രാഫി സ്കിൽസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പൊതുവേ ജിതിൻ്റെ അടുത്ത് ഞാൻ എന്താണോ പറയുന്നത് അതുപോലെ ആണ് വീഡിയോ എടുത്തു തരിക. അല്ലെങ്കിൽ നോർമലി എന്തേലും ജിതിൻ അവിടെ തന്നെ നിന്ന് വീഡിയോ എടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷെ ഇത്തവണ അതിൽ നിന്നൊക്കെ ഭയങ്കര ഓപ്പോസിറ്റായിട്ട് ഭയങ്കര വീഡിയോഗ്രാഫി സ്കിൽസ് ആയിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു വെല്ലിംഗ്ടൺ. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ വെല്ലിംഗ്ടൺ വന്നിരിക്കുകയാണ്. ന്യൂസിലാൻഡിൻ്റെ ക്യാപിറ്റലാണ്. അതുപോലെ തന്നെ വെല്ലിംഗ്ടണിനെ കുറച്ച് ഓമന പേരായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് വിൻഡി വെല്ലിംഗ്ടൺ. ഈ കാണുന്ന പോലെ ഭയങ്കര വിൻഡാണ് ഇവിടെ. അത്യാവശ്യം ഇപ്പോൾ വിൻ്റർ തുടങ്ങിയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അപ്പോൾ വിൻഡും കൂടി ആകുമ്പോൾ ഭയങ്കര തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഓക്ലാൻഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 8 hours ട്രാവൽ ഉണ്ട് ബൈ റോഡ്. നമുക്ക് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ വീഡിയോയിൽ ഈ വ്ളോഗിൽ കൂടുതലായിട്ടും വെല്ലിംഗ്ടൻ്റെ വിശേഷങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ഫുൾ ഓഫ് വെല്ലിംഗ്ടൺ കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ അത്യാവശ്യം കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യുന്നതാണ്. എന്തായാലും അപ്പോൾ ഇന്ന് ഈ വ്ളോഗിൽ നമുക്ക് വെല്ലിംഗ്ടൻ്റെ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ യെസ്, വെൽക്കം ടു മൈ ചാനൽ. ഹലോ, അപ്പോൾ നമ്മളിത് വെല്ലിംഗ്ടൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പായ ടീപ്പാപ്പയിൽ എത്തിക്കുകയാണ്. അതൊരു വാർ മ്യൂസിയം, പിന്നെ അതുപോലെ തന്നെ ന്യൂസിലാൻഡിനെ കുറിച്ച് പറയുന്ന കുറച്ച് മ്യൂസിയംസാണ്. അപ്പോൾ നമ്മൾ അതിൽ വാർ മ്യൂസിയം മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് ടീപ്പാപ്പയാണ്. അപ്പോൾ വെല്ലിംഗ്ടണിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ആദ്യം ടീപ്പാപ്പ മ്യൂസിയത്തിൽ പോയിട്ട് വരാം നമുക്ക്. ഇവിടെ വെല്ലിംഗ്ടണിൽ വന്നപ്പോൾ ഒരിക്കലും മിസ്സാക്കരുതെന്ന് തോന്നിയ ഒരു സ്ഥലമാണ് ഈ വാർ മ്യൂസിയം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ കയറി, പിന്നെ ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. ഇവിടുത്തെ ഈ സ്റ്റോൺസ് ഒക്കെ വെച്ചുണ്ടാക്കുന്ന കുറച്ച് മാലയും കമ്മലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ച് ജിതിൻ സെലക്ട് ചെയ്ത് കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. പിന്നെ ഇവിടെ തന്നെ ഈ ഷോപ്പിൽ തന്നെ ഇവരുടെ പെയിൻറ്റിങ്സും കൂടുതലായിട്ട് ന്യൂസിലാൻഡിനും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കൾച്ചറിനൊക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളൊരു ഷോപ്പായിരുന്നു. എന്തായാലും നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ നമ്മൾ ചെയ്തു, അത്യാവശ്യം ചെയ്തിട്ട് നമ്മൾ നേരെ മ്യൂസിയത്തിലോട്ടാണ് പിന്നെ പോയത്. ഇവിടെ വോ മ്യൂസിയം ഉണ്ട്, പിന്നെ നോർമൽ മ്യൂസിയം ഉണ്ട്. നമ്മൾ നേരെ വോ മ്യൂസിയത്തിലോട്ടാണ് പോയത്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മളൊരു യുദ്ധഭൂമിയിലേക്ക് കയറുന്ന ഒരു ഫീലും അതോടൊപ്പം വല്ലാത്തൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിട്ടാണ് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷേ ഒന്ന് ഓർത്തു നോക്കൂ, അതിനുള്ളിൽ ഒരു കാലഘട്ടത്തിൻ്റെ ഹിസ്റ്ററിയാണ് അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരു പട്ടാളക്കാരൻ്റെ മകളായതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് വളരെയധികം ഇമോഷണലായിരുന്നു ആക്ച്വലി ഈ ഒരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം കണ്ടപ്പോൾ. വളരെയധികം ഡീപ്പ് തോട്ട്സും അതുപോലെ ഈ ഓരോ സൈനികരുടെ കഥകളും അവരുടെ ത്യാഗങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്ററി ബോറിംഗ് ആണെന്ന് പറയുന്നവർക്കും അതുപോലെ ചെറിയ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവർ ഓരോന്നും സ്പെസിഫൈ ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നത്. അതുപോലെ വളരെ ഇവർ പറയുന്ന ഓരോ കഥകളും അതുപോലെ അവിടുത്തെ മ്യൂസിക്കും അവിടുത്തെ അറ്റ്മോസ്ഫിയറും എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലായിരുന്നു. എന്നെ വളരെയധികം അതിശയിപ്പിച്ച
ഒരു കാര്യത്തിലൊന്നാണ് ഈ 3D മോഡൽസ്, അതുപോലെ തന്നെ ഈ റിയൽ ലൈഫ് വെപ്പൺസ്, ലെറ്റേഴ്സ്, യൂണിഫോംസ്, ഇതെല്ലാം അവരവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതും ഓരോന്നും അത്ര പെർഫെക്ഷനോട് കൂടിയിട്ടാണ് ഓരോന്നും അവർ കാണിച്ചിരിക്കുന്നത്. ആ വാറിൽ പങ്കെടുത്ത ഓരോരുത്തരുടെയും റിയൽ ലൈഫിലിരിക്കുന്ന പോലത്തെ സ്കൾപ്ചേഴ്സും അതുപോലെ ഓരോ അവർ യൂസ് ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും അത്ര ക്ലിയർ ആയിട്ടൊക്കെ കാണിച്ചപ്പോൾ വല്ലാത്തൊരു ഇമോഷണൽ ഫീലിംഗ് ആയിരുന്നു. എന്തോ നമ്മളും ശരിക്കും ആ വാർ ഫീൽഡിലുണ്ട്, അല്ലെങ്കിൽ നമ്മളും അതിലൊരു പാട്ടാണ് എന്നുള്ള പോലെയായിരുന്നു ഓരോന്നും. ഈ വോറെല്ലാം നടക്കുമ്പോൾ അവർക്ക് കിട്ടിയിരുന്ന റേഷൻ, അവർ യൂസ് ചെയ്തിരുന്ന ഓരോ സാധനങ്ങൾ, അങ്ങനെ എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഇങ്ങനെ കാണാനും അതുപോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വളരെ വലിയൊരു കാര്യം തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ വോറിലെല്ലാം പങ്കെടുത്ത ഈ സൈനികർ, അല്ലെങ്കിൽ ഈ വോറിൽ ജീവൻ നഷ്ടപ്പെട്ട ഈ സൈനികർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു ട്രിബ്യൂട്ട് തന്നെയായിരുന്നു ഈ വോർ മ്യൂസിയം. അത്രയും ഭയങ്കര ട്രിബ്യൂട്ടഡ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും നല്ല രീതിക്കാണ് ഇവരിത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ വോറിൽ ശരിക്കും നടന്നൊരു സംഭവം വളരെ വ്യക്തമായിട്ടൊരു 3D സ്കൾപ്ചർ വെച്ചിട്ട് ഇവർ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതുപോലെ പല സ്കൾപ്ചറിങ് സാധനങ്ങൾ ഇവിടെയുണ്ട്. പണ്ട് ഇന്നത്തെ പോലെ ഇത്രയും ടെക്നോളജി വളരാത്തത് കൊണ്ടും ഈ മോഴ്സ് കോഡ് എന്നുള്ള സംഭവമൊക്കെ നമ്മൾ ഈ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ മോഴ്സ് കോഡ് യൂസ് ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണിത്. ഈ വോറിൽ മരിച്ച സൈനികർക്ക് റിമെമ്പറൻസിനായിട്ട് സിഗ്നിഫൈ ചെയ്യുന്ന ഫ്ലവറാണ് ഈ പോപ്പി ഫ്ലവർ. നമുക്ക് എന്തെങ്കിലും റിമെമ്പറൻസോ മെസ്സേജോ ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു ലീഫ് എടുത്ത് നമുക്ക് അതിലെഴുതി ഇടാൻ പറ്റും. നമ്മളപ്പോൾ അങ്ങനെ വോർ മ്യൂസിയം ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ചെറിയൊരു നെഗറ്റീവ് എനർജി പോലെ, അപ്പോൾ എന്തായാലും ഒന്ന് നടന്നിട്ട് വരാമെന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങി. എന്നിട്ട് അതിന് ശേഷം ഒരു ഫണ്ണായിട്ടുള്ളൊരു ആക്ടിവിറ്റി ചെയ്യാമെന്ന് ഓർത്തു. കേബിൾ ട്രെയിൻ കയറാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ അങ്ങനെ ഞാനിതെല്ലാം പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ട്രെയിൻ അങ്ങ് പോയി. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ കണ്ടിങ്ങനെ നിൽക്കാമെന്ന് ഓർത്തു. എന്തായാലും നമ്മൾ ഈ വ്യൂ എല്ലാം കണ്ടു നിൽക്കുന്നതിനുള്ളിൽ തന്നെ അടുത്ത ട്രെയിൻ വന്നു. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് ഗ്യാപ്പിനുള്ളിൽ ഓരോന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രാവൽ വരുന്നതും ആകെ ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ. ഞങ്ങൾ 1 വേ ജേർണി മാത്രമാണ് എടുത്തത്. നമ്മൾ ടോപ്പ് ഹില്ലിൽ നിന്ന് നേരെ താഴെ സിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആകെ ജസ്റ്റ് ഒരു 4 to 5 മിനിറ്റ്സേ ജേർണി ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇതിനകത്ത് കയറിയിട്ട് ഇനി ഇതിലെ വിശേഷങ്ങൾ പറയാം. എന്തായാലും നമ്മളിത് കേബിൾ കാറിലൊക്കെ കയറിയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. ഇതെന്തായാലും ഒരു ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമല്ല, ഇത് നമ്മൾ നോർമലായിട്ടും ട്രാൻസ്പോർട്ടേഷനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്യുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇതിനകത്ത് മിഡ് സ്റ്റോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് മിഡ് സ്റ്റോപ്സിൽ ഇറങ്ങാം എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും പോകുന്ന വഴിയൊക്കെ ഇതുപോലെ നല്ല ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ കേബിൾ കാർ ജേർണിന് ശേഷം സിറ്റിയിലോട്ട് എത്തിക്കുകയാണ്. എനിക്ക് ഇവിടുത്തെ സിറ്റി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഇപ്പോൾ ഓക്ലൻഡ് സിറ്റി വെച്ച് നോക്കുമ്പോൾ വെല്ലിംഗ്ടൺ ഇത്തിരി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ ബിൽഡിങ്സും അതുപോലെ ഇവിടുത്തെ ടെറൈനൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. കുറച്ചുകൂടെ ഒരു കൊളോണിയൽ രീതിക്കാണ് ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ ഉള്ളത്. പിന്നെ കുറച്ചുകൂടി ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും കുറച്ചുകൂടെ വൈറ്റ്സ് ഇവിടെ കൂടുതലായിട്ട് എനിക്ക് തോന്നി. എനിക്കറിയില്ല, ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം. പക്ഷെ എന്നാലും കുറച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്കൊരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബിൽഡിങ്സൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. നല്ല കാറ്റായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും വീഡിയോയിൽ പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും കാറ്റും തണുപ്പുമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കേബിൾ കാറൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് നടന്നു. ഇനി അടുത്ത് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടി കാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നല്ല കാറ്റുണ്ട്, ഞാൻ കൂടി പറന്നു പോകുന്നുള്ള അവസ്ഥയായിരുന്നു. അടുത്തായി നമ്മൾ വെല്ലിംഗ്ടണിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഓൾഡ് സെൻറ്റ് പോൾസ് ചർച്ചിൽ വന്നിരിക്കുകയാണ്. ഈ ചർച്ച് ഇപ്പോൾ ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആണ്. വെല്ലിംഗ്ടണിലെ ഏറ്റവും
പഴക്കം ചെന്നൊരു ചേർച്ച് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. 1866 ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു ചേർച്ചാണിത്. 1964 ഇത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ പുതിയ സെൻറ്റ് പോൾസ് ചേർച്ച് ഓപ്പൺ ആക്കിയത് പ്രമാണിച്ചാണ് ഇത് ക്ലോസ് ചെയ്തത്. പിന്നെ ഇത് ഡിമോളിഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഇതുണ്ടായിരുന്നു. പക്ഷേ അതവർ റിസ്റ്റോർ ചെയ്തിട്ട് ഇതൊരു ഗവൺമെൻറ് ഹെറിറ്റേജ് ബിൽഡിംഗ് ആയിട്ട് ഇപ്പോൾ പ്രിസർവ് ചെയ്യാണ്. ഭയങ്കര നല്ല രസമായിരുന്നു. ഈ ചേർച്ചിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ ഇതിലെ ഓരോ വർക്ക്സൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അത്രയും നമുക്ക് തന്നെ അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ അത്രയും നമുക്ക് ആ ഒരു ചേർച്ചി ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടായിട്ട് നമ്മൾ മൗണ്ട് വിക്ടോറിയ അല്ലെങ്കിൽ മൗരി ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ മത്തരങ്കി പറഞ്ഞിട്ടുള്ളൊരു ഹിൽ ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. വെല്ലിംഗ്ടൺ സിറ്റി മുഴുവൻ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഹാർബർ, ഷിപ്സ്, അതുപോലെ എല്ലാ സിറ്റിയിലുള്ള ബിൽഡിങ്സ് വരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. വെല്ലിംഗ്ടൺ സിറ്റിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു ഹിൽ പ്രദേശമാണ് ഈ മൗണ്ട് വിക്ടോറിയ എന്ന് പറയുന്നത്. മൗണ്ട് വെല്ലിംഗ്ടൺ അമേരിക്കൻ ഏവിയേറ്ററായ റിച്ചാർഡ് ബ്രൈറ്റ് പറഞ്ഞിട്ടുള്ള ആൾക്കുള്ളൊരു ട്രിബ്യൂട്ട് കൂടിയാണെന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. കാരണം ഇവിടുന്ന് ന്യൂസിലാൻഡിൽ നിന്ന് അന്റാർട്ടിക്ക എക്സ്പെഡീഷൻസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കൂടിയായിട്ടുള്ളത് കൊണ്ടൊക്കെയാണ് അങ്ങനെ പറയപ്പെടുന്നത്. പിന്നെ ഇപ്പം ഇതിൽ കാണുന്ന പോലെ ഈ ബ്ലൂ സ്റ്റോൺസൊക്കെ അന്റാർട്ടിക്കയിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റോൺസാണ്. അത് പുള്ളിയുടെ ട്രിബ്യൂട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ആക്കിയതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ട്രെയിലാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ ഫുൾ ട്രെയിലൊന്നും കയറിയില്ല. നമ്മൾ കാറെടുത്ത് ഈ അറ്റം വരെ വന്നു, എന്നിട്ട് ഈ സ്റ്റെപ്സ് മാത്രമേ കയറിയുള്ളൂ. പക്ഷെ എന്നാൽ ഈ സ്റ്റെപ്സ് കയറിയപ്പോഴേക്കും നമുക്ക് വയ്യാണ്ടായിരുന്നു. അത്രയും തണുപ്പ്, കാരണം അത്രയും ഹൈറ്റിലായതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. കൂടാതെ നമുക്ക് ബ്രെത്ത് കിട്ടാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഓക്സിജനൊക്കെ അത്ര ലിമിറ്റഡ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും നമ്മളിതിവിടെ വന്ന് ഫുൾ വ്യൂ ആണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ വെല്ലിംഗ്ടൺ കാണാൻ പറ്റും. എല്ലാ 360 ഡിഗ്രിയാണ് മൊത്തം. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു വെല്ലിംഗ്ടണിൻ്റെ മൊത്തം ഒരു നടുഭാഗമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നല്ല രസമായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. വെല്ലിംഗ്ടൺ ഫോൾട്ടിനെ കുറിച്ച് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും വെല്ലിംഗ്ടൺ ഒരു ഭൂകമ്പ സാധ്യതയുള്ള മേഖലയാണ്. ഇവിടെ അങ്ങനെ ടെക്ടോണിക്സ് പ്ലേറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സും അതുപോലെ ആ ഒരു വെല്ലിംഗ്ടൺ ഫോൾട്ടിനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഭാവിയിൽ ഒരു 50 കൊല്ലങ്ങൾക്കൊക്കെ ശേഷം ഒരു വലിയൊരു ടെക്ടോണിക് പ്ലേറ്റ്സ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതെന്തായാലും നമുക്ക് കണ്ടറിയാം. എന്തായാലും ഞങ്ങളുടെ ഇവിടുത്തെ ഇന്നത്തെ പരിപാടിയെല്ലാം തീർന്നു. ഞങ്ങളിത് തിരിച്ചു പോവാൻ ഇറങ്ങുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല തണുത്ത് വിറച്ച് ഐസും കട്ടയായിട്ടാണ് ഞങ്ങളെല്ലാവരും തിരിച്ച് താഴേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും പോകുന്നതിന് മുന്നേ അതിപ്രശസ്തമായ വെല്ലിംഗ്ടൺ ഹാർബർ കൂടി കാണിച്ചിട്ട് പോകാമെന്ന് ഓർത്തു. ഇതാണ് നമ്മുടെ അതിപ്രശസ്തമായ വെല്ലിംഗ്ടൺ ഹാർബർ. എന്തായാലും ഈ വാട്ടർ ഫ്രണ്ടിൽ കൂടെ ഒക്കെ ഒന്ന് നടന്ന് ജസ്റ്റ് ഒന്നും ഇല്ലാത്തി തിരിച്ചു പോകാമെന്ന് ഓർത്തു. ഇതിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല അടിപൊളി ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ സ്മെല്ല് വന്നിട്ട് പാടില്ലായിരുന്നു. എന്തായാലും പാരീസിലൊക്കെ കാണുന്ന പോലെ ഈ ലവ് ലോക്സ് ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനിങ്ങനെ ഒരു ലവ് ലോക്സ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വെയിറ്റ് കാരണം കുറേയൊക്കെ എടുത്ത് അവർ കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. പക്ഷെ അതൊരു പുതിയൊരു ഇൻഫർമേഷനായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ വെല്ലിംഗ്ടൺ യാത്രയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ ജസ്റ്റ് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം നിന്നു. വെല്ലിംഗ്ടൺ കുറച്ചൊക്കെ നമുക്ക് അധികം കാണിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ പോയ കുറച്ച് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു ഇതെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നാലും അടുത്തൊരു നല്ല അടിപൊളി വ്ളോഗുമായി കാണുന്നവരെ ബൈ ബൈ ആൻഡ് സീ യു.